സുമംഗലി ദേവിയുടെ മുന്നിൽ തൊഴുത് പിടിക്കണമെങ്കിലേ അത് താലിച്ചരടല്ലാതെ പിന്നെ എന്താകാനാ? അത് അമ്പലത്തിൽ നിന്ന് ജപിച്ചു കെട്ടിയ വെറും ചരടാ മാഡം. അന്ന് തട്ടാൻ താലി പണിയിക്കാൻ വന്ന ദിവസം ഞാൻ നേരത്തെ മാഡത്തിനെ കാണിച്ചതാ അത്. അയ്യേ, ഇത് പൂജിച്ചു കെട്ടിയ മഞ്ഞച്ചരട് തന്നെയാ ചേച്ചി. ഇവള് പറഞ്ഞത് സത്യ. അതൊക്കെ അന്ന്. അല്ലെങ്കിൽ തന്നെ പൂജിച്ച ചരടാണെങ്കി പിന്നെ അതെന്തിനാ നീ കഴുത്തി കെട്ടിയിരിക്കുന്നെ? കൈ കെട്ടിയ പോരെ. കല്യാണം കഴിക്കാത്ത പെണ്ണ് കഴുത്തില് മഞ്ഞച്ചരടൊന്നും കെട്ടാറില്ല. നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ ചരടെടുത്ത് നീ നിന്റെ കയ്യിൽ കെട്ട്. കെട്ടടി ഇപ്പോ. ചേട്ടനും ചേച്ചിയും കാണട്ടെ. എന്താ കല്യാണം ഇത്ര ആലോചന? നിനക്ക് ആ ചരടെടുത്ത് കൈ കെട്ടിയ പോരെ. അപ്പോൾ അത് ജപിച്ച ചരടാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ. എന്താ കല്യാണി, എന്താ നിനക്ക് ഇത്ര ആലോചിക്കാൻ? വിലാസിനി പറഞ്ഞത് ചെയ്യും. ആ മഞ്ഞച്ചരട് കഴുത്തിന്ന് പുറത്തെടുത്ത് കയ്യിൽ കെട്ട് ഇപ്പൊ തന്നെ. എന്താടി പാറ പോലെ നിക്കുന്നേ? ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ നീ? വെറും ഒരു മഞ്ഞച്ചരടല്ലേ ഊരാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ താലിച്ചരടൊന്നും അല്ലല്ലോ. വേറെ വഴിയില്ല. അന്ന് ദൈവം രക്ഷിച്ചതുപോലെ ഇന്നും ദൈവം തന്നെയാ രക്ഷ. ദേവി കാക്കണേ. മതി, നിർത്ത്. അയ്യോ ചേച്ചി, നിർത്താനോ? അതെ. കല്യാണി മഞ്ഞച്ചരട് പുറത്തെടുക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് ജപിച്ചു കെട്ടിയ വെറും ചരടാണെന്ന്. അല്ലാതെ നീ സങ്കല്പിച്ച് കൂട്ടുന്ന പോലൊന്നും അല്ലാതെ. ചേച്ചി, ഞാൻ പറയുന്നതൊന്ന്. വേണ്ട, ഇവിടെ ദൈവത്തെ തൊഴാനാണ് നമ്മൾ വന്നത്. അല്ലാതെ നീ കാണിച്ചു കൂട്ടുന്ന പാപങ്ങൾക്കൊക്കെ കൂട്ടുനിന്നാലേ ഞങ്ങളുടെ ജന്മം കൂടി പാഴായി പോവും. അത് വേണ്ട. വാക്ഷണേട്ടാ,
വല്യകുഞ്ഞ് എന്റെ കഴുത്തിൽ കെട്ടിയ താലിയെടുത്ത് ഞാൻ സുമംഗലി ദേവിയോട് വല്യകുഞ്ഞിന് ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. വല്യകുഞ്ഞ് ഒരു 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. അതാ എന്റെ ആഗ്രഹം. അറിയാതെ വന്നാരോ അനുരാഗം മൂളുമ്പോൾ മനസ്സിനുള്ളിൽ മാരിവില്ലു പൂത്ത നേരം മധുമാസത്തിൻ കോകിലങ്ങൾ പാട്ടുമൂടും ഇനിയൊഴുകാൻ ഒരു പുഴയായി ഹൃദയത്തിൻ തൂവൽ തുമ്പിൽ പ്രേമലോല കാവ്യമോടെ അറിയാതെ വന്നാ ഓ, അപ്പൊ കഥ ഇങ്ങനെയാണ്. അനുരാഗം മൂളും അപ്പൊ ഓക്കെ, നാളെ 11 മണിക്ക്. ശരി എന്നാ. അറിയാതെ നീ എന്നോ സോറിയുടെ ശബരി, ഒരു ഇമ്പോർട്ടന്റ് കോളായിരുന്നു, അതുകൊണ്ടാ. ഞാൻ പറയാൻ പോകുന്ന അതിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നീ തിരിഞ്ഞു നോക്കരുത്. കല്യാണി ആ തൂണിന്റെ മറവിൽ നിന്ന് കണ്ണെടുക്കാതെ നിന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. നീ പുലരിത്തൂ മഞ്ഞായി ഞാൻ ഇനി വഴിയിൽ കാത്തു നിൽക്കാം. നീലവാനിലെന്നും വിൺകുട ചൂടി നിൽക്കും പൂനിലാവിലൂടെ ഞാനീ സ്വപ്നത്തിൻ തേരിലേറാം. അറിയാതെ വന്നാൽ അനുരാഗം മൂളുമ്പോൾ ആനന്ദേ, ഇത് പ്രണയം തന്നെയാ, ശുദ്ധ പ്രണയം. ഇനി നീ നിന്റെ പ്രണയം അവളെ അറിയിച്ചാൽ മാത്രം മതി. ഓക്കെ, ഡബിൾ ഓക്കെ. എടാ, അത് ഒരതും ഇല്ല ആനന്ദേ. 1000 തിരി ഒരുമിച്ച് തെളിഞ്ഞാലും ആഗ്രഹിച്ച തിരി തെളിഞ്ഞില്ലെങ്കിൽ എന്നും ഒരു ഇരുട്ട് ഫീൽ ചെയ്യും, മനസ്സിലും ജീവിതത്തിലും. ഇനി വൈകിക്കാൻ പാടില്ല. നീ നിന്റെ ഇഷ്ടം കല്യാണിയോട് ഇന്ന് തന്നെ പറയണം. എടാ, അതല്ല ഞാൻ. അതും ഇതൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തെങ്കിലും അവളോട് നിന്റെ പ്രണയം അങ്ങ് പറയും. വാ, ഞാനും വരാം. അല്ലെങ്കിൽ നീ വല്ല പഞ്ചാമൃതം വാങ്ങിച്ചു കൊടുത്താൽ എല്ലാം തീർന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഞ്ചാമൃതത്തിന്റെ സാധ്യതകളെ കുറിച്ച് ഒരു പുസ്തകം അങ്ങ് പ്രസിദ്ധീകരിക്കാൻ. നിന്നെ ഞാൻ. അയ്യോ, ഹംസത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പോട്ടടാ. വാ. ആനന്ദേ, എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ. പ്രണയത്തിന്റെ സിമ്പൽ ആയിരിക്കണം കൊടുക്കുന്ന ഗിഫ്റ്റ്. അതിങ്ങെടുത്ത്. ഇത് കൊള്ളാം. കൃഷ്ണനും രാധയും, രാധാകൃഷ്ണൻ. കൊള്ളാം. എല്ലാ അർത്ഥത്തിലും കല്യാണിക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ്. ചുറ്റും ഗോപികമാരേറെ ഉണ്ടായിരുന്നിട്ടും കൃഷ്ണൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് രാധയായിരുന്നു. കാളിന്തിയിലേക്ക് ഇറങ്ങിയപ്പോ കൃഷ്ണന് വേണ്ടി സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായുള്ള രാധ, കല്യാണിയെ പോലെ. ഇതിനെന്താ വില? 180 രൂപ. ഇതൊന്നേ ഉള്ളൂ. മറ്റൊരു പീസും കൂടെ ഉണ്ടായിരുന്നു. അതൊരു കുട്ടിയെടുത്ത് മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ വരും വാങ്ങാൻ. എന്നാ ഇതെടുത്തോളൂ. ചേഞ്ച് ഉണ്ടോ? കീപ് ദ ചേഞ്ച്. താങ്ക് യു സർ. ഒരു പ്രശ്നമേ ഉള്ളൂ ഈ ഗിഫ്റ്റിന്. അതെന്താ? സംഗതി കട്ടപ്രേമമായിരുന്നെങ്കിലും പുള്ളിക്കാരന് പുള്ളിക്കാരിയെ കെട്ടാൻ പറ്റിയില്ല. അതിന് പുള്ളിക്കാരൻ തന്നെ കാരണവും പറഞ്ഞിട്ടുണ്ട്. 2 പേർ തമ്മിലുള്ളതാണ് വിവാഹം. രാധയും കൃഷ്ണനും ഒന്നാണ്. പിന്നെങ്ങനെ കല്യാണം നടക്കുക മൂപ്പരുടെ പക്ഷം.
കാര്യം അതൊന്നും അല്ലാന്ന് അറിയാ എന്റെ കൃഷ്ണ. നീയാ എന്നെ പോലുള്ള ചെറുപ്പക്കാരുടെ റോൾ മോഡൽ. ദൈവദോഷം പറയരുത്, ഇത് അമ്പലം. ഓ ശരി ശരി ശരി. ദേ നിനക്കിനി കല്യാണി എപ്പോ ഒറ്റയ്ക്ക് കിട്ടുന്നോ അപ്പൊ അതെ ഈ ഗിഫ്റ്റ് അങ്ങ് കൊടുത്ത് ഒരു ചിരിയും പാസ്സാക്കി ഇങ്ങ് വന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു, കേട്ടല്ലോ. ഇപ്പൊ തന്നെ വേണോ? വാടാ പെട്ടെന്ന് വാ. ആനന്ദേ ഇത് തന്നെയാണ് പറ്റിയ സമയം. നീ ചെന്ന് കല്യാണിക്ക് ഗിഫ്റ്റ് കൊടുക്ക്. അല്ല ചെല്ലേ. എടാ ഇപ്പൊ തന്നെ വേണോ? മച്ചു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചെല്ല് ചെല്ലടാ അങ്ങോട്ട്. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ കല്യാണി. ശരി കല്യാണി. വലിയ നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ എന്താ മുന്നിൽ നിൽക്കല്ലേ? എന്തു പറ്റി വലിയ പറഞ്ഞോ? അത് ഞാൻ പറയാൻ വന്നത്, കല്യാണിക്ക് ഏത് ദൈവത്തെ ഇഷ്ടം? ഇവനെ എല്ലാ ദൈവങ്ങളെ ഇഷ്ടാ. എന്നാലും കുറച്ച് അധികം ഇഷ്ടമുള്ള ദൈവം കാണുമല്ലോ എല്ലാവരുടെ ഉള്ളിലും. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ആരാണെന്ന് ചോദിച്ചാ അത് വല്യുഞ്ഞിനെയാ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനേക്കാളും ഇഷ്ടം. കല്യാണി എന്തുപറ്റി? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അത് കൃഷ്ണനെയാ. അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം കൂടുതൽ പരമശിവനോടായിരിക്കും. പാർവതി ദേവിയെ തന്നിലെ പാതിയാണെന്ന് തിരിച്ചറിഞ്ഞ് താനില്ലെങ്കിൽ അവളോ അവളില്ലെങ്കിൽ താനോ ഇല്ലെന്ന് പറയുന്ന പരമശിവനെ. ബെസ്റ്റ്. അവളൊരു ഗോൾ അടിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, ആനന്ദകൃഷ്ണന്റെ വായിലെ നാക്ക് പൊങ്ങിയില്ലല്ലോ. ഇവനെയൊക്കെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോണം. വലിയ പറയാൻ വന്നത് പറഞ്ഞില്ല. പറയാം. അത് എനിക്ക് എന്തു പറ്റി വലിയ? അത് കണ്ടില്ലേ, കാലിലൊരു പല്ലി വന്ന് വീണു. കാലില് പല്ലി വീണ ദോഷാണെന്നാ പറയാറ്. ദോഷോ? ആ എന്ന് പറഞ്ഞാ പേടിക്കത്തക്ക വലിയ ദോഷമൊന്നുമല്ല. കാര്യതടസ്സം, ശോകം ഇതൊക്കെ വന്നു ചേരും. വലിയ ഒരല്പം വെള്ളം എടുത്ത് തലയിൽ 3 പ്രാവശ്യം തളിച്ചാ മതി. അപ്പോ ദോഷങ്ങൾക്കൊക്കെ ശമനം കിട്ടുമെന്നാ പറയാറ്. ഓ ഇവന്റെ ഒരു കാര്യം കഷ്ടം. ആനന്ദ്, നീ ഇവിടെ വന്ന് നിൽക്കാണോ? പൂജയ്ക്ക് സമയമായി, വേഗം വാ. മാഡം, പൂജയ്ക്ക് കർപ്പൂരം വേണം, പോയി വാങ്ങിച്ചിട്ട് വാ. ആ ശരി മാഡം. അത് ആ പല്ലി വീണതെല്ലാം കുഴപ്പമാക്കിയത്. അയ്യടാ കഷ്ടം. പല്ലി വീടുന്നതിന് മുമ്പ് എത്രയോ സമയം ഉണ്ടായിരുന്നു. നീ ഒന്ന് പൂജ അറ്റൻഡ് ചെയ്തേ. എല്ലാരും നിന്നെ വെയിറ്റ് ചെയ്യാ. ഈടാ നിനക്ക് ഈ ജന്മത്തിൽ പൂജയും പഞ്ചാമൃതം തയ്യാറാക്കലും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. വാടാ ഇങ്ങോട്ട്.
എത്തിയല്ലോ. പൂജ തുടങ്ങാല്ലേ? തുടങ്ങാൻ തിരുമേനി. കർപ്പൂരം കുറച്ചുകൂടി വേണം. ഇപ്പൊ കൊണ്ടുവരും തിരുമേനി. ഓ ആയിക്കോട്ടെ. കർക്കിടകത്തിലെ അമാവാസി പൂജ ആയോണ്ട് തന്നെ ഫലം സിദ്ധിക്കും, ഉറപ്പാ. ഇന്ന് ഒരിക്കലാ അമ്മയ്ക്കും മകനും ഒരു നേരം അരിഭക്ഷണം. കാക്കയ്ക്ക് ഭക്ഷണം നൽകിയ ശേഷം ആഹാരം കഴിക്കുന്നത് നല്ലതാ. ഇപ്പോ നല്ല പുത്രവധുവിന് വേണ്ടിയുള്ള വ്രതല്ലേ? പൂജ കഴിയുമ്പോ അമ്മ നല്ലപോലെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് മുന്നിലിരിക്കണ ഉരുളിയിലെ തീർത്ഥത്തിലേക്ക് നോക്കുക. പുത്രവധുവിന്റെ മുഖം കാണാൻ കഴിഞ്ഞു എന്ന് വരും, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ. ചേച്ചി, കർപ്പൂരം വേണമായിരുന്നു. കുട്ടി നേരത്തെ മാറ്റിവെച്ച വിഗ്രഹം കൂടി എടുക്കട്ടെ? ആ, അതുകൂടെ എടുത്തേക്ക്. ചേച്ചി, ദാ ചേച്ചി, ഇതൊന്ന് കവറിലാക്കി തരുമോ? ആ, തിരുമേനി, ഇങ്ങോട്ട് എടുക്കടി. പൂജ തീർന്നു, അപ്പോഴും അവളുടെ ഒരു എഴുന്നള്ളത്ത്. മൂദേവി. തിരുമേനി, മുന്നിലിരിക്കണ ഉരുളിയിലെ തീർത്ഥത്തിലേക്ക് നോക്കുക.
പുത്രവധുവിന്റെ മുഖം കാണാൻ കഴിഞ്ഞു എന്ന് വരും, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ. മാഡം വിചാരിക്കുന്നത് പോലെയല്ല. രക്ഷകർത്താക്കളുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു കല്യാണം ഈ ജാതകന് നടക്കില്ല. നിങ്ങളുടെ പ്രൗഢിക്കും അന്തസ്സിനും ചേരാത്തൊരു പെണ്ണായിരിക്കും മരുമകളായിട്ട് വലത് കാല് വെച്ച് കയറാൻ പോകുന്നത്. അതാണ് ജാതകന്റെ വിധി.